ഈ അതുൽ ബ്ലോഗ്സിനെ എവിടെയെങ്കിലും പുറത്താരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇന്നേ വരെ? വിവിഹിയെന്ന് കണ്ടിട്ടുണ്ടോ ഈ രാഷ്ട്രോക്സിനെ? എനിക്ക് അറിയാവുന്ന 4-5 പേരുടെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർത്തമായ സ്വാഗതം. ഈ വീഡിയോയ്ക്ക് ഈ 2 വിഷയത്തെ കുറിച്ച് സംസാരിക്കണം. ഒന്നാമത്തെ വിഷയം മറ്റൊന്നുമല്ല, നമ്മുടെ അനിമോളുടെ റിസപ്ഷനിൽ പോയപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ, അതിനെക്കുറിച്ച് സംസാരിക്കണം. അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മറ്റൊരു കേസ് സംസാരിക്കണം. നമുക്കറിയാം, ഞാൻ ഇതിനു മുമ്പ് നമ്മളൊരു കേസുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ബിന്ദു എന്ന് പറഞ്ഞൊരു വട്ട് കേസ്. ആ വട്ട് കേസ് എനിക്കെതിരെ നടത്തിയ ഒരു ആരോപണമുണ്ട് അല്ലേ? ആ ആരോപണം വളരെ കൃത്യമായിട്ട് എന്താണ് നടന്നതെന്ന് ഞാൻ വീഡിയോ സഹിതം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിനോടൊപ്പം ഞാൻ സൈബർ സെല്ലിൽ പോയി ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ അപ്ഡേറ്റ് ഞാൻ ഇപ്പോൾ അത് പറയാൻ കാരണം, ഷാരിക ഈ വീഡിയോ കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഷാരിക ഇപ്പോൾ ഒരു പ്രസ് മീറ്റ് നടത്തി. കുറെ യൂട്യൂബേഴ്സിന്റെ പേരെല്ലാം കൂടി ചേർത്ത് എന്റെ പേര് അതിനകത്തുണ്ട്, അത് അവിടെ നിൽക്കട്ടെ. അവിടെ ഈ പറയുന്ന ബിന്ദു വന്നിരുന്നു, വീണ്ടും ഇതേ പച്ചക്കള്ളം വീണ്ടും ഈ ലൈവായിട്ട് ഒന്ന് പറയുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ എനിക്കൊരു ക്ലാരിറ്റി കൊടുത്തു പോയില്ലെങ്കിൽ അത് ശരിയാവത്തില്ല എന്നുള്ളതാണ്. ആദ്യം നമുക്ക് അനിമോളുടെ റിസപ്ഷൻ വിശേഷങ്ങൾ പറയാം. അപ്പോൾ നമ്മൾ പോയിട്ടുണ്ടെന്ന് എനിക്കൊന്ന്, ഞാൻ അതുലിന്റെ വീട്ടിൽ വന്നിരുന്നു. അതുലുമായിട്ടാണ് ഞാൻ പോയത്. അവിടെ പോയപ്പോൾ നമ്മുടെ അതിലുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, പിന്നീട് ദേവ് ഉണ്ടായിരുന്നു, ബിച്ചു ഉണ്ടായിരുന്നു, അവന്റെ വൈഫ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഒലിവില് സതീഷ് ഭായ് ഉണ്ടായിരുന്നു, ഒലിവി ക്രിയേഷനിലെ സതീഷ് ഭായ് ഉണ്ടായിരുന്നു, പിന്നെ ഡാനി ഉണ്ടായിരുന്നു, അവന്റെ സഹോദരി ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ചെന്നു കണ്ടു. ഞാൻ ഞെട്ടിപ്പോയത്, നമ്മൾ ഈ വീഡിയോ കാണുന്ന അന്നൂനെ അല്ല ഞാൻ അവിടെ കണ്ടത്. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക തരം ഒരു ഉരുണ്ടുകൂടിയൊക്കെ ഇരിക്കും കുരക്കുമ്പോൾ തോന്നും. പക്ഷെ അവിടെ പോയി കണ്ടപ്പോൾ അങ്ങനെ ആയിരുന്നില്ല എന്നുള്ളതാണ്. വളരെ സ്ലിം ആയിട്ടുള്ള, സത്യം പറഞ്ഞാൽ രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്നുള്ള രീതിയിൽ ഭയങ്കര ജോഡിയാണ്. അവര് രണ്ടുപേരും നല്ല ജോഡിയാ കാണാൻ വേണ്ടിയിട്ട്. നേരിട്ട് കാണുമ്പോൾ അനിമോൾ കുറച്ചുകൂടി സുന്ദരിയാണ് എന്നുള്ളത് അപ്പോഴാണ് അറിഞ്ഞത് എന്നുള്ളതാണ്. നല്ല ഒരുപാട് തിരക്കായിരുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ബിഗ് ബോസിലെ എല്ലാവരും വന്നു. പിന്നെ നാദിറ, പിന്നീട് അങ്ങനെ എല്ലാവരും ഏതാണ്ടൊക്കെ, പിന്നെ എല്ലാവരും ധോനിയിൽ വന്നിട്ടുണ്ടായിരുന്നു, പിന്നീട് അങ്ങനെ അഭിലാഷ്, അങ്ങനെയുള്ള കുറെ പേര് വന്നു. ഞാൻ കാണാൻ വേണ്ടി പോയത് ഷാരിക ഇവിടെ വരുമെന്നാണ് കാണുന്നത്. ഷാരികയുടെ അടുത്ത് ഇനി ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. വെറുതെ ഉടക്കാനായിരുന്നല്ല, വസ്തുത ചിലപ്പം അറിയാതെ ആയിരിക്കും ഷാരികയ്ക്ക് ചിലപ്പോൾ ഇത് ചെയ്യുന്നത്. വസ്തുത എന്തെന്ന, കാരണം ഈ പറയുന്ന വട്ട് ബിന്ദു എന്ന് പറയുന്ന ഒരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വട്ടാണ്. അവർക്ക് എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞുകൂടാ. അവര് ചുമ്മാ ഇങ്ങനെ വന്ന് അപരാധം അടച്ച് വിടുകയാണ് എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ പോകുന്നു. ഒരുപാട് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിച്ചത്, ഞാൻ ഒരു ഫോട്ടോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ കൂടെ ഒരു ഫോട്ടോ എടുത്തോളൂ. അത് അനിമോളുടെ അച്ഛന്റെ കൂടെ നിന്നുള്ള ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. നമ്മുടെ ഉള്ള വീഡിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൈഡിൽ കൊടുക്കാം. നോക്കട്ടെ, നമ്മുടെ ബിച്ചു ഒക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ എടുത്തോണ്ടിരിക്കണോ? പിന്നെ ഹലോ, ഹായ്, നമസ്കാരം. ഹായ്, ഇതാ കൂടെ അനിയത്തി വന്ന് ഇങ്ങനെ തിരിച്ചു കാണിക്കും. അപർണവാ, ഹായ് ഹായ് ഹായ്, നമസ്കാരം നമസ്കാരം. എല്ലാവരും വേണ്ടേ? നമസ്കാരം നമസ്കാരം. ഹായ് ഹായ്. കണ്ട് ഫോട്ടോ എടുത്തു. പിന്നീട് അനിമോളെ കൊണ്ട് ചോദിച്ചു. ഞാൻ ആദ്യമായിട്ട് അനിമോളെ കാണുന്നത്. നമുക്ക് ഫോൺ വിളിച്ച് 2-3 പ്രാവശ്യം എന്നെ ഫോൺ വിളിച്ചുള്ള പരിചയം എന്നുള്ളതല്ലാതെ നേരിട്ട് ഞാൻ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. പിന്നെ അറിയാമെന്ന് ചോദിച്ചു. അറിയാമെന്ന് പറഞ്ഞു. നിങ്ങളെയൊക്കെ ഞാൻ ഓരോരുത്തരായിട്ടല്ലേ വിളിച്ചു, എല്ലാം കൂടി ഒന്ന് ഒത്തു വന്നേന്ന് ചോദിച്ചു. അതിനുശേഷം ഭുവൻ എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തി കൊടുത്തു. നമ്മുടെ യൂട്യൂബേഴ്സാണ് ഇവരാണ് എന്നെ നല്ല രീതിയിൽ ഇത്രയും ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒത്ത് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ ഗോൾഡൻ ടെറീസിലെ വിവിധയൊക്കെ ഉണ്ടായിരുന്നു, അവരുടെ ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ,
അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. പിന്നെ അനുമോളുടെ ചേച്ചിയെ കാണുന്നു. ചേച്ചിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു, ചേച്ചി സത്യം പറഞ്ഞ രണ്ടാം മൂന്ന് പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ ചോദിച്ചു, എന്നെ മനസ്സിലായത്. ടപ്പനെ എന്നെ പറഞ്ഞു രാഷ്ട്രോക്സ് അല്ലേ എന്ന് പറഞ്ഞു. അപ്പം എന്തായാലും ഓർമ്മയുണ്ടല്ലോ എന്നൊക്കെ അതുപോലെ സന്തോഷം. പിന്നെ കുറച്ച് പേര് നമ്മളെ പരിചയമുള്ള കുറച്ച് പേരൊക്കെ വന്നു, ഷേഖന്റെ ഒക്കെ തന്നു. അതിലൊക്കെ വളരെ സന്തോഷം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു കുറെ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. കുറെ സെലിബ്രിറ്റീസ്, ഇഷ്ടംപോലെ മന്ത്രി അടക്കം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. ഫുഡൊക്കെ സൂപ്പർ ഫുഡായിരുന്നു. ഡീസന്റ് കൂടെ നല്ല ബൊഫയൊക്കെ ആയിരുന്നു. ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ, കാരണം ഏതെടുത്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. നമുക്ക് ഏതാണ്ട് 1 മണിക്കൂറിൽ കൂടുതൽ നമ്മളവിടെ പിന്നെ സെലിബ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കേസ് പറയുകയാണെങ്കിൽ ഇവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ റിസപ്ഷനുമായിട്ട് എല്ലാവരെയും വിളിച്ചോട്ടെ കേട്ടോ. എല്ലാ ശത്രുതയും മറന്നു. അത് ബിഗ് ബോസിലുള്ള കളിയാണ്. അതൊക്കെ അവിടെ നടന്നുകൊണ്ട് എല്ലാവരെയും വിളിച്ചു. ശൈത്യ വരെ വന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയ ശത്രു ആയിരുന്ന ശൈത്യ വരെ അവിടെ വിളിച്ചു. ശൈത്യം അവിടെ വന്നിട്ട് വളരെ എന്താണ് പോസിറ്റീവായിട്ടാണ് പിന്നെ എന്ത് ചെയ്തു ബൈറ്റൊക്കെ കൊടുത്തത് എന്നുള്ളത്. ഇവനാണ് വരാത്തത്, അനീഷാണ് വരാത്തത്. അനീഷിനെ വിളിച്ചു എന്ന് അറിഞ്ഞിട്ട് അനീഷും വന്നു എന്ന് അറിയത്തില്ല. ഞാൻ അവിടെ വന്നപ്പോൾ വന്നില്ല എന്നാണ് അറിഞ്ഞത്. വന്നിട്ട് പോയോന്നും എനിക്ക് അറിയത്തില്ല. ഓക്കെ, അത് എന്തുകൊണ്ടാണ് വരാത്തത് എന്നതിനെ പറ്റിയും എനിക്കറിയത്തില്ല. ഷാരിയെയൊന്നും അവിടെ കണ്ടില്ല കേട്ടോ, ഷാരിയെയൊന്നും കണ്ടില്ല. പിന്നെ നമ്മുടെ ലെസ്ബിയൻ കപ്പിൾസ് ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അവരൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയുള്ള ആൾക്കാരാണ്. അതൊക്കെ കഴിഞ്ഞു നമ്മളിങ്ങനെ ഇറങ്ങി പോയി. പിന്നെ അതുലും ചെയ്ത് തന്നെ വീട്ടിൽ കൊണ്ടാക്കി എന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് അനുമോളുടെ കല്യാണ വിശേഷം. എന്തായാലും വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേരുന്നു. വളരെ ഹാപ്പി ആയിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള ഒരു ജീവിതം, അച്ഛനെയും അമ്മയും നയിക്കുന്നത് പോലത്തെ ഒരു ജീവിതം താങ്കൾക്ക് ഉണ്ടാകട്ടെ എന്നുള്ളതാണ്. ഓക്കെ, അതവിടെ വയ്ക്കട്ടെ. ഇനി എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, അതായത് നമ്മൾ 1 മാസം മുമ്പ് ഇതുപോലെ എനിക്കെതിരെ ഞാൻ ആരെയോ ഹോട്ടലിലേക്ക് ക്ഷണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വട്ട് കേസ്, ഞാൻ ആ വട്ടെന്നല്ല സത്യം ഞാൻ തെറിയാൻ വിളിക്കാനുള്ളത് എന്നുള്ളതാണ്. ആ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ അതൊക്കെ പിന്നീട് ഞാൻ സൈബർ സെല്ലിൽ കംപ്ലൈന്റ് കൊടുത്തതിന്റെ കേസൊക്കെ ഞാൻ പറയുന്നത് ഡീറ്റെയിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഇപ്പോൾ ഒരാഴ്ചക്ക് മുമ്പാണ് ഇവർ കുറെ യൂട്യൂബേഴ്സിനെതിരായിട്ട് ഇങ്ങനെ പത്രസമ്മേളനം നടത്തി. ശാരികയും ഈ പറയുന്ന വട്ട് ബിന്ദുവും പിന്നെ മറ്റാരോ ചേർന്നുകൊണ്ടൊരു സംഭവം നടന്നു. അന്ന് വൈകുന്നേരം എനിക്കൊന്ന് ദിയ എന്നെ വിളിക്കുന്നു. ദിയാസൻ എന്നെ വിളിച്ചിട്ട്, രാജേട്ട ഇങ്ങനെ ഒരു സംഭവം പറയും. എന്ത് സംഭവം? അത് ഇതുപോലെ താങ്കളാരെയൊക്കെ പിന്നെ ഹോട്ടൽ റൂമിൽ ക്ഷണിച്ചു എന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഞാൻ ആദ്യം കരുതിയത് ഈ 1 മാസം മുമ്പുള്ള കേസ്. ഞാൻ ചിരിച്ചുകൊണ്ട് വന്നു, ഇപ്പോഴാണോ അറിയുന്നത് ചോദിച്ചു. ഇല്ല, ഇപ്പോഴാണ് ഞാൻ അറിഞ്ഞത് പറഞ്ഞപ്പോൾ. പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഇവരിങ്ങനെ ഒരു പത്രസമ്മേളനം നിർത്തി അവിടെ വെച്ച് ഈ ബിന്ദു എന്ന് പറയുന്ന ആൾ പറഞ്ഞു എന്നുള്ളത്. ബിന്ദുവിനെ ദിയയ്ക്ക് പേഴ്സണലായിട്ട് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. ഞാൻ ദിയയുടെ അടുത്ത കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ ഇതുവരെയും ജീവിതത്തിൽ കാണുകയോ ഒരു പ്രാവശ്യം പോലും സംസാരിക്കുകയോ ഒരു ഹായ് പോലും വിടാത്ത ഒരു വ്യക്തിയാണ് എന്നെ കുറിച്ച് ഈ ഒരു അപരാധം പറഞ്ഞുകൊണ്ട് നടത്തുന്നത്. നിങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു പ്രസ് മീറ്റ് നടത്തുമ്പോൾ പബ്ലിക്കായി ഒരുത്തി വന്ന് നിങ്ങൾ എന്ത് കോസിന് വേണ്ടിയിട്ടാണ് നടത്തുന്നത്? അത് ഒരു ഫൈറ്റ് നിൽക്കുന്നത്. അത് അവിടെ തന്നെ മറ്റൊരു വ്യക്തി വന്ന് മറ്റൊരു കുടുംബത്തിലെ കുറിച്ച് ഓരോ പച്ച അപരാധം വിളിച്ച് വിളമ്പുമ്പോൾ നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ ചോദിക്കേണ്ടത്. നിങ്ങൾ അത് എന്തെങ്കിലും പ്രൂഫ് നിങ്ങളിൽ ഉണ്ടോ എന്ന്. അപ്പൊ ഇവർ പറയുന്ന കേസ് കൊടുക്കും. നമ്മൾ കേസ് ആർക്കാ കൊടുക്കാൻ പറ്റാത്തത്? ആർക്ക് വേണം കള്ളക്കേസ് കൊടുക്കാം. അവരിപ്പോ കോടതി കൊണ്ടൊരു കേസ് കൊടുത്താൽ അത് സ്വീകരിക്കും. പോലീസിൽ കൊണ്ടുവന്ന കംപ്ലൈന്റ് കൊടുത്താൽ സ്വീകരിക്കും. എന്താ തെളിവ്? അത് കാണിക്കാൻ പറ്റില്ല. എന്ത് കാണിക്കാൻ പറ്റാത്ത നിങ്ങൾ പുറത്ത് കാണിക്കണം. നിങ്ങൾക്ക് ബോധ്യം വരണമല്ലോ. അല്ലെങ്കിൽ പറയുന്ന ഷാരികളുടെ ഫണ്ട് നയിക്കുന്നത് ഷാരിയയ്ക്ക് ബോധ്യം വരണം. ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ കൂടെ വന്ന് ഒരാൾ വന്നിങ്ങനെ പച്ച കള്ളം വിളിച്ചു പറയുമ്പോൾ സത്യാവസ്ഥ എന്തെന്ന് അറിയണം. അപ്പൊ ഞാൻ ഇന്നലെ ഷാരിയായിട്ട് ഒരു വീഡിയോ ഞാൻ ഇന്നാണ് കണ്ടത്. അതിൽ ഒരു ചെറിയൊരു പോയിന്റ് ഞാൻ ഇവിടെ വെക്കാമേ. ഷഫീന ബീവി എപ്പോഴെങ്കിലും പുറത്തിറങ്ങോ? ഈ അതുൽ ബ്ലോഗ്സിന് എവിടെയെങ്കിലും പുറത്താരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇന്നേ വരെ വിവിഹിറിനെ കണ്ടിട്ടുണ്ടോ? ഈ രാഷ്ട്രോക്സിനെ എനിക്ക് അറിയാവുന്ന 4-5 പേരുടെ കാര്യം ഞാൻ പറയുന്നത്. അന്തോസ് ഉണ്ടെങ്കിൽ തിരുവനന്തപുരം സെക്രട്ടറിയുടെ മുമ്പിൽ വാദിയൊക്കെ കുറച്ച് പോലീസുകാരും കൂടി ഞാനും വരാം, മധ്യപ്രവർത്തനം കൂടി. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പറ. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾ പറ. എന്നിട്ട് നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അല്ലാതെ അങ്ങോട്ട് തോന്നുമ്പോൾ സ്വപ്നം കാണുമ്പോൾ വന്നിരുന്ന കുഞ്ഞുങ്ങളെ പ്രോസ്റ്റിറ്റ്യൂഷൻ ഉപയോഗിക്കുന്നു. കുഞ്ഞുങ്ങളെ പ്രോസ്റ്റിറ്റ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് അമ്മമാർ വളർത്തുന്നത്. ആണുങ്ങളെല്ലാം കുഞ്ഞുങ്ങളെ റേപ്പ് ചെയ്യുന്നവരാണ്, പെണ്ണുങ്ങളെല്ലാം വ്യഭിചാരിണികളാണ്, മറ്റേ പണി നടത്തുന്നവരാണ്. ഇതൊന്നും അല്ല പറയേണ്ടത്. നിങ്ങൾ നന്മപരമാരൊന്നും ഞാൻ പറയത്തില്ല. നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും വേണ്ട നമുക്കാർക്കും. നിങ്ങൾ എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഇത് മറ്റുള്ളവരുടെ പേരുകളും കുടുംബവും, അത് അവർ സെലിബ്രിറ്റി ആയിക്കോട്ടെ, അവരൊരു ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ, അവരൊരു ഇൻഫ്ലുവൻസർ ആയിക്കോട്ടെ, അവരൊരു ഇന്റർവ്യൂർ ആയിക്കോട്ടെ, ഒരു ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിക്കോട്ടെ, അവരുടെ കുടുംബത്തെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. ദാറ്റ്സ് ഇറ്റ്. സോ ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ ഇത്രയും പേര്, എനിക്ക് തോന്നുന്നു 10-100 പേരോളം എൻ്റെ 53 പേരോളം എൻ്റെ എന്താ പറയുക ലൈവ് കാണാൻ വന്നു. വളരെ സന്തോഷം. നിങ്ങൾക്കൊക്കെ കുടുംബമുണ്ട്, ശരി തന്നെയാണ്. കുടുംബമുണ്ട്, അവരെ ഒന്നും പറയാൻ അവകാശമില്ല. നമുക്ക് കുടുംബമില്ല എന്നുള്ളത് എൻ്റെ ചോദ്യം. എനിക്ക് കുടുംബമുണ്ട്, എനിക്കൊരു മോളുണ്ട്, ഷാരിയക്കൊരു മോളുണ്ട്, അതുപോലെ തന്നെ എനിക്കൊരു മോളുണ്ട്, എനിക്കൊരു ഭാര്യയുണ്ട്. എന്നെ കുറിച്ച് ഇങ്ങനെ പച്ച അപരാധം പറയുന്ന ഒരുത്തിയെ എടുത്ത് നിങ്ങളുടെ ഈ പറയുന്ന ഏതാണ്
നിങ്ങളുടെ പത്രസമ്മേളനത്തിൽ കൊണ്ടിരുത്തിയിട്ട് പച്ച അവരെ നട്ടാക്കുരുക്കത്ത കള്ളം വിളിച്ചു പറയാനുള്ള ഒരു വേദി നിങ്ങൾ ഉണ്ടാക്കി കൊടുത്തില്ലേ? ഒരാൾ വന്ന് നിങ്ങൾക്ക് ഇനി അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു, നിങ്ങൾ ഒരാൾ വന്ന് ഇങ്ങനെ ഒരു പച്ച കള്ളം പറയുമ്പോൾ നിങ്ങൾ അതിന്റെ ജെന്യൂനിറ്റി നോക്കണം, ഇവൻ പറയുന്നത് സത്യമാണോ? അതുപോലെ നിങ്ങൾ കൊടുക്കുന്നത് റസീല എന്ന് പറഞ്ഞ ഒരു പെണ്ണിരിപ്പുണ്ടല്ലോ, നിങ്ങൾ ഇവിടെ ആരോഗ്യം വന്ന് തെറി വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു സംഭവം. ഈ റസീല എന്ന് പറഞ്ഞ തെറി വിളിക്കാറില്ല, യൂട്യൂബിൽ നോക്കിയാൽ കാണാം പൂര തെറി വിളിക്കുന്ന വീഡിയോസ്. അവരെ കൊണ്ട് ഇരുത്തിയിട്ടാണ് നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്നത്. ഓക്കെ, ഞാൻ ഇനി എന്റെ കേസ് പറഞ്ഞു, എന്റെ പേരും പറഞ്ഞു, ഞാൻ പുറത്തിറങ്ങുക, ഞാൻ മുഖ്യം പുറത്ത്, ഞാൻ പറഞ്ഞില്ല ഇന്നലെയും പിന്നെ പുറത്ത്, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഷാരികയെ ഞാൻ പുറത്തിറങ്ങിയാട്ടെ എവിടെ ഉണ്ടെന്ന് വിളിച്ചു പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എനിക്ക് പറയാമല്ലോ ഷാരിക ഒരിടത്തും പുറത്തിറങ്ങുന്നില്ല എന്ന് എനിക്കും പറയാമല്ലോ. ഇന്നലെ ഞാൻ പറയുന്ന അനുവിന്റെ കല്യാണത്തിൽ വന്നു, ഞാൻ വന്നപ്പോഴേ ഞാൻ പയ്യന്മാർത്തോ എനിക്ക് ഷാരികയെ കാണണം, ഉടക്കാൻ വേണ്ടിയിട്ടില്ല, ഷാരിക ചിലപ്പം തെറ്റിദ്ധരിച്ചതായിരിക്കും, ഷാരിക എടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ്. മനസ്സിലായി? ഇനി എന്റെ വീഡിയോക്കകത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു തെറി വാക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും? എന്റെ പേരിന് കേസ് കൊടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്, എന്റെ പേരിൽ ഒരു തെറി വാക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും കൊച്ചുങ്ങളെ വെച്ച് പറഞ്ഞതായിട്ടോ ഒരു അനാവശ്യം പറഞ്ഞതായിട്ടോ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റും? ഒരു തെറി വാക്ക് വലിയ വായിൽ സംസാരിക്കുന്നുണ്ടല്ലോ, വിമർശിക്കും, നല്ല രൂക്ഷമായിട്ട് തന്നെ വിമർശിക്കും എന്നും പറഞ്ഞ് ഈ പറയുന്ന ഈ ഏതെങ്കിലും ജെൻഡറിനെ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെ ഏതെങ്കിലും സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് ഒരു സാധനവും ഞാൻ ചെയ്തില്ല. അതെനിക്ക് 100% ഉറപ്പുണ്ട് എന്നുള്ളതാണ്. ദിയെ വിളിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. നമ്മൾ രൂക്ഷമായിട്ട് വിമർശിക്കും, അത് വസ്തുത വെച്ച് വിമർശിക്കും, മനസ്സിലായോ? അല്ലാതെ തെറി വിളിക്കുകയോ അല്ലെങ്കിൽ അവരെയൊക്കെ കുട്ടികളെ ചേർത്ത് വിളിക്കുകയോ നിങ്ങളെയൊക്കെ പിന്നെ റേപ്പിസ്റ്റ് ആണെന്ന് പറയുകയോ അല്ലെങ്കിൽ പിന്നീട് കുട്ടികൾ അങ്ങനെയാണ് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായല്ലോ? അങ്ങനെ ഒന്നിടത്ത് കാണിക്കണം. നിങ്ങൾ ഈ 32 പേർക്കെതിരെ കേസ് കൊടുത്താൽ അത് കാണിക്കണം. സ്റ്റേഷനിൽ വിളിക്കുമ്പോൾ ഞാൻ തയ്യാറാണ്, ഞാൻ തയ്യാറാണ്, ഉറപ്പായിട്ട് ഞാൻ 100% ഞാൻ സ്റ്റേഷനിൽ വരാൻ തയ്യാറാണ്. അപ്പോൾ ഈ പറയുന്ന ബിന്ദുവിനെ കൊണ്ടുവരണം. ഈ വട്ട് ബിന്ദുവില്ലേ, മാനസിക രോഗിയാണ് അവര്, മനസ്സിലായോ? മാനസിക രോഗിയാണ് അവര്. ഞാൻ ദിയെടുത്തും പറഞ്ഞു, അതായത് ആരാണ് ഇവർ ഏതോ ഒരു നമ്പർ, പിന്നെ സ്കൈപ്പ് നമ്പർ എന്ന് പറഞ്ഞത് സ്കൈപ്പ് നമ്പർ അല്ല, ന്യൂസിലൻഡിലുള്ള നമ്പർ അതാണ്. അതൊരു പെണ്ണാണ് വിളിച്ചത്, ആ പെണ്ണ് എന്നെ വിളിച്ച ആ വോയിസ് വരെ വിത്ത് പ്രൂഫ് വരെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇട്ടു. അപ്പൊ ഇതൊക്കെ കണ്ടു പിന്നെ എൻ്റെ അടുത്ത് കോംപ്രമൈസിന് കുറെ ശ്രമിച്ചു. ഞാനത് കോംപ്രമൈസ് ഒന്നും നിന്നില്ല, എനിക്ക് കോംപ്രമൈസ് വേണ്ട എന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം വീണ്ടും പൊക്കിക്കൊണ്ട് വന്ന് ഇങ്ങനെ വന്ന് നിങ്ങളുടെ ലൈവിൽ വന്ന് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കില്ല, എനിക്കും മക്കളുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ സത്യം പറഞ്ഞോ, എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ സത്യം, നിങ്ങളിപ്പോ കേസ് കൊടുത്ത് തെളിവ് നിങ്ങൾ കൊണ്ടുവരണം, ഏതെങ്കിലും ഒരു തെളിവ്. മെയിനായിട്ട് ഈ ബിന്ദു എന്ന് പറയുന്ന ലവള് ചെയ്തത്, അവള് പറയുന്നുണ്ട് ഞാൻ അവളുടെ അടുത്ത് ചാറ്റ് ചെയ്തു, ഞാൻ അവളുടെ അടുത്ത് എന്ത് ചെയ്തു, ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു, അവളെ ഫോട്ടോ ഞാൻ മോർഫ് ചെയ്യാൻ ഉപയോഗിച്ചു എന്നൊക്കെ പറയില്ലേ, അതിന്റെ തെളിവ് ഷാരിക കൊണ്ടുപോകണം. ഷാരികയാണ് ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഷാരികയുടെ ഉത്തരവാദിത്തമാണ് താങ്കളുടെ കൂടെ നിന്ന് ഒരാളെങ്ങനെ പച്ച കള്ളം, നട്ടാ കൊടുക്കാത്ത കള്ളം വിളിച്ചു പറയുമ്പോൾ അതിന്റെ ജെന്യൂനിറ്റി എന്തെന്നത്. അവരെ കേസ് കൊടുത്തതല്ല എനിക്ക് കാണാനുള്ളത്. ഞാൻ അവരുടെ അടുത്ത് ചാറ്റ്, അവിടെ പുറത്തു വിടാൻ പറ്റില്ല, പുറത്തു വിടണ്ട, ഷാരികയ്ക്ക് നോക്കി ബോധ്യമാവല്ലോ. അതിനെതിരായിട്ടാണ് ഞാൻ സൈബർ സെല്ലിൽ കേസ് കൊടുത്തിരിക്കുന്നത്. അതറിയാമോ ഷാരികയ്ക്ക്? അതൊക്കെ ആദ്യം അറിയണം. ഇനി സൈബർ സെല്ലിന്റെ കേസ് ഞാൻ സ്ക്രീൻഷോട്ട് വയ്ക്കാം. സൈബർ സെല്ലിന്റെ കേസ് ഒന്നും പറയണ്ട എന്നുള്ളതാണ്. ഞാൻ സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കുന്നു, അതിനുശേഷം സ്റ്റേഷൻ എന്ത് ചെയ്തു, നേരെ സൈബർ സെല്ലിലേക്ക് വിടുന്നു. ഈ സാധനം സൈബർ സെല്ലിലേക്ക് വിടുന്നു. അവർ പറഞ്ഞത് സൈബർ സെല്ലാണ് പിന്നീട് എന്ത് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് വിടുന്നു. സൈബർ സെല്ലിൽ നിന്ന് എനിക്ക് കോള് വരും. ഇതാണ് ആ നമ്പർ, മനസ്സിലായോ? നമ്പർ ഡിസ്ട്രിക്ട് പോലീസ് ചീഫ്, ഇവിടെ നിന്നാണ് എനിക്ക് കോള് വന്നത്. എൻ്റെ അടുത്ത് കോള് വന്നിട്ട് പറഞ്ഞു, ഞാൻ സ്റ്റേഷനിൽ കൊടുത്ത 2 പേജായിട്ടാണ് കൊടുത്തത്. 2 പേജിൽ രണ്ടാമത്തെ പേജിലാണ് ഇവരുടെ നമ്പർ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ആ നമ്പർ ഞാൻ എന്തായാലും ഹൈഡ് ചെയ്യാം, ഇതിൽ നമ്പർ എടുക്കട്ടെ. ഓക്കെ, ഞാൻ ഹൈഡ് ചെയ്തേക്കാം. അപ്പൊ നമ്പർ ഡീറ്റെയിൽ കൊടുത്തു. അപ്പൊ പറഞ്ഞു ആ രണ്ടാമത്തെ പേജ് ഈ സ്റ്റേഷനിൽ നിന്ന് അയച്ചില്ല, നിങ്ങൾ അതിന്റെ ഡീറ്റെയിൽ അയക്കുക, എന്താണ് സംഭവം എന്ന് കംപ്ലീറ്റ് പറയാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എന്ത് ചെയ്യുന്നറിയാമോ, ഞാൻ കണ്ടോ ഈ പറയുന്ന ഗീതു എനിക്കെതിരെ പറഞ്ഞ ഗീതു എൻ്റെ കയ്യിൽ ഞാൻ ചാറ്റ് ചെയ്ത ഒരു സാധനം, ഗീതു കണ്ടു എന്ന് പറഞ്ഞ സാധനം, പിന്നെ എനിക്കെതിരെ ഇവരിട്ട വീഡിയോസ്, പിന്നെ എന്താണ് സംഭവം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് ഞാൻ വേണേ കേൾപ്പിക്കാം. ഇതാണ് എനിക്കെതിരെ ഉള്ള വ്യാജ തെളിവ്. അവരിൽ എൻ്റെ ഈ കുട്ടിയാണ് കണ്ടു എന്ന് പറഞ്ഞിട്ടിട്ട് അതിന്റെ തെളിവ് ഇതാണ്. എനിക്കെതിരെ നിരന്തരം ഞാൻ അവരെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി നിരന്തരം ഇങ്ങനെ ഈ പറയുന്ന വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ കുട്ടി അത് കണ്ടു എന്നാണ് ഈ കുട്ടി പറയുന്നത്. ഈ കുട്ടി ഇപ്പോൾ പറയുന്നത് ഞാൻ ആ തെളിവ്, പിന്നെ ഞാനത് പോയി കണ്ടായിരുന്നു, അവരുടെ കയ്യിലിരിക്കുന്നത് തെളിവ് ഞാൻ കണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ ഡിലീറ്റ് ചെയ്തു, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് കണ്ടെത്തിക്കോ എന്നൊക്കെയാണ് ഇപ്പം വെല്ലുവിളിക്കുന്നത്. കണ്ടോ, ആ ബിന്ദുവിന്റെ ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നീട് എനിക്കെതിരെ ബിന്ദുവിന്റെ ഫോട്ടോയോ ഫോൺ നമ്പറോ ഒന്നും ഞാൻ ഒരിടത്തും പബ്ലിഷ് ചെയ്തില്ല. എന്റെ ഫോട്ടോ, എന്റെ ഫോൺ നമ്പർ അവരുടെ ഫേസ്ബുക്കിൽ ഇട്ട സാധനമാണ്. ഓക്കെ, എന്റെ നമ്പർ ഉൾപ്പെടെ അവർ ഫേസ്ബുക്കിൽ ഇട്ടതാണ്.
ഈ കാണുന്ന സ്ക്രീൻഷോട്ടുകളാണ് ഈ ബിന്ദു എന്ന് പറയുന്ന വ്യക്തി ഞാനാണ് ഇത് ചെയ്തത്, ഞാൻ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു എന്ന് പറഞ്ഞ് അവരുടെ ഫേസ്ബുക്കിലേക്ക് നിരന്തരം പോസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്, എൻ്റെ നമ്പർ ഉൾപ്പെടെ. ഇത് ബിന്ദു ഈ മറ്റേ ഒരു കക്ഷിയില്ലേ അവരോട് സംസാരിച്ച ആ തെറി വിളി മൊത്തം ഇതിനകത്തുണ്ട്. അത് ഞാൻ അയച്ചു കൊടുത്തു. ഈ പറയുന്ന സുരേന്ദ്രൻ, എനിക്ക് എൻ്റെ അമ്മയെ വെച്ച് തെറി വിളിച്ച സുരേന്ദ്രനാണ്. അവന്റെ ഡീറ്റെയിൽ, അവന്റെ വീഡിയോ ഈ യൂട്യൂബറിന്റെ കൂട്ടത്താണ് ഈ ബിന്ദു എന്ന് പറയുന്നത്. എല്ലാം കംപ്ലീറ്റ് എനിക്കെതിരെ എടുത്ത ഒരു വ്യാജ ഈ സംഭവം. അതിനുശേഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം, എത്ര കോള് ഇവരെ വിളിച്ചു. 25-ാം തീയതി, 27-ാം തീയതി, 29, 30 ഇങ്ങനെ വിളിച്ചു. പക്ഷെ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വിളിച്ചു, എനിക്ക് എടുത്തു. എന്തോരോ ഭാഗ്യം എടുത്തു. എടുത്തതിന് ശേഷം ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വിളിച്ചു വരുത്തിയിട്ട് എന്നെ അങ്ങോട്ട് വിളിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് 2 ദിവസം കഴിഞ്ഞ് വിളിക്കുന്നു, എടുക്കുന്നില്ല. പിന്നെ ഒരു സ്ത്രീ എടുക്കുന്നു, സാർ ഏതോ ക്ലാസ്സിന് പോയിരിക്കുകയാണ്, പിന്നെ വിളിക്കാൻ പറ്റും. പിന്നെ ഞാൻ നിരന്തരം വിളിച്ചിട്ട് എടുക്കുന്നില്ല. ഇന്ന് ഞാൻ വീഡിയോ ഇടുന്നത് വെറുതെ ഒന്ന് വിളിച്ചു വെക്കുമ്പോൾ എടുത്തതിന് ശേഷം എന്ത് കേസ്, അവർക്ക് കേസ് തേങ്ങിയെന്ന് അറിഞ്ഞുകൂടാ. ഞാൻ കാര്യം പറഞ്ഞു, വീണ്ടും അവരെന്നെ തിരിച്ചു വിളിച്ചു. സംഭവം ഇതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്നാലേ നടക്കുള്ളൂ. അപ്പോൾ ഞാൻ നാളെ അങ്ങോട്ട് ചെല്ലുകയാണ് എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ ഡീറ്റെയിൽ പറയാമെന്നുള്ളതാണ്. ഓക്കെ, ഇതാണ് സംഭവം. പിന്നീട് നമ്മുടെ ശാരിക കണ്ടു എന്ന് മനസ്സിലാക്കുന്നു. ഞാൻ ഈ കേസ് കൊടുത്തെന്നറിയാമോ, ഈ പറയുന്ന ശ്രീതു എന്ന് പറയുന്ന അവളെ ഞാൻ നേരിട്ട് പോയി കണ്ടപ്പോൾ ഒരു ചാറ്റ് ഞാൻ കണ്ടു. അതിനകത്ത് എൻ്റെ നമ്പറാണ്. അതിനകത്ത് ആ ചാറ്റ് ഇങ്ങനെയാണ്: നിന്റെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, നിനക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സാധനം ഞാൻ അയച്ചതായിട്ട്. ഞാൻ ഈ പറയുന്ന ബിന്ദു എന്ന് പറഞ്ഞാൽ വട്ട് ബിന്ദു എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ വട്ട് ബിന്ദു അവൾക്ക് അയച്ചു. ഇവള് നിരന്തരം പ്രൂഫ് ചോദിച്ചപ്പോൾ അവൾ അവിടെ നിന്ന് സെൻഡ് ചെയ്ത് കൊടുത്ത സാധനമാണ്. കാരണം ഇതുവരെ ജീവിതത്തിൽ എനിക്ക് ഒരു മോളെയില്ല. മോളെ തൊട്ട് കുറെ പറഞ്ഞ് മോളെ തൊട്ട് സത്യം ചെയ്തു. പക്ഷെ ചിലയിടത്തൊക്കെ നമുക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. ശാരിക മനസ്സിലാക്കുക, ഇതുവരെ ഞാൻ അവളെ ഒന്ന് സംസാരിക്കുകയോ ഒരു ഹായ് പോലും ഇടാത്ത ഒരു വ്യക്തിയാണ് ഈ ബിന്ദു. ഓക്കെ, അവരാണ് എന്നെ കുറിച്ച് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ചാറ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ ഒരു സാധനം, ഏത് കൊച്ചുകുട്ടിക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ശ്രീധുവിന് അയച്ചു കൊടുത്തു, അവരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി. ഇനി ശ്രീധു ഇതിനകത്ത് ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. ശ്രീധുവിന്റെ പേര് വെച്ചാൽ ഞാൻ കേസ് കൊടുത്തിരിക്കുന്നത്. കാരണം ശ്രീധുവിൻ്റെതാണ് ഞാൻ കണ്ടത്. ഞാൻ കേസ് കൊടുത്ത മുഖ്യ കാരണം അതാണ്. എന്റെ പേരിൽ വ്യാജമായ സൃഷ്ടിച്ച സാധനം അവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ ശ്രീധു പറഞ്ഞു ഞാൻ ഡിലീറ്റ് ചെയ്ത് തേങ്ങയാണ് വാങ്ങുകയാണ്. സൈബർ സെല്ലിൽ വന്നതാ എന്റെ ഫോണ്. എവിടെ വന്നാൽ ഈ ഫോണാണ് ഞാൻ ഇതാ കംപ്ലീറ്റ് അങ്ങ് വെച്ചേക്കും, ഇതാ എടുത്തോന്ന് പറഞ്ഞു. എന്റെ കംപ്ലീറ്റ് ഈ ഒരു സ്ത്രീയല്ല ശാരിക, ഈ ഒരു സ്ത്രീയില്ല, ഏതെങ്കിലും ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ എന്തെങ്കിലും അനാവശ്യം എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊണ്ടു എന്നെ സംബന്ധിച്ചു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ നിങ്ങൾ എന്തിനു വേണോ അത് നിങ്ങളുടെ ഇഷ്ടം, അതെന്തോ ചെയ്യും. എന്റെ കാര്യം എനിക്ക് പറയണമല്ലോ. ഞാൻ എന്താണ് ചെയ്തിട്ടുള്ളത്, ഞാൻ എന്റെ വീഡിയോ വഴി എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. ഒരു തെറിവാക്ക് പോലും ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ട് നല്ല രൂക്ഷമായിട്ട് വിമർശിക്കും. നല്ല രീതിയിൽ ഉണ്ടാക്കിയത് വസ്തുത വെച്ച് തെറി വിളിച്ചുകൊണ്ടല്ല ഞാൻ എന്റെ പിന്നീട് റിയാക്ഷൻ. അല്ലാതെ കുട്ടികളെ പറഞ്ഞിട്ട് കൊണ്ടുമല്ല, അല്ലെങ്കിൽ സ്ത്രീകളെ ആക്ഷേപിച്ചുകൊണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ മറ്റുള്ള രീതി ചിത്രീകരിച്ചുകൊണ്ടുമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ടാണ് ഈ പറയുന്നത്. നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന അത് ബിന്ദുവിനെ വിളിക്കണം. അവള് പറയാൻ എന്താ അറിയാം, അയ്യോ എനിക്ക് തെളിവ് തരാൻ പറ്റില്ല, കോടതിയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം എന്ന് പറയും. അതല്ല, നിങ്ങൾക്കൊരു കൺവിൻസിംഗ് വാങ്ങുക. അവിടെ കംപ്ലൈന്റ് കൊടുത്ത തേങ്ങയല്ല എനിക്ക് നിങ്ങൾ നോക്കേണ്ടത്. ഞാൻ അയച്ചു എന്ന് പറയുന്ന മെസ്സേജ്, ഞാൻ ഇവരെ ഹോട്ടൽ റൂമിലേക്ക് വിളിച്ചു എന്നല്ലേ പറയുന്നത്, ആ മെസ്സേജ്. അതായത് ഈ ബിന്ദു അറിഞ്ഞു വെച്ചുകൊണ്ട് ഇത് വിളിച്ചത് ഞാനല്ല. ഈ സ്ത്രീ ഈ പറയുന്ന ന്യൂസിന്റെ അങ്ങോട്ടോ ആ സ്ത്രീ എന്നെ വിളിച്ചിട്ടുണ്ട്. സ്റ്റേഷനിൽ എവിടെ വെച്ച് വേണോ വിളിച്ചു കഴിഞ്ഞാൽ അവർ ക്ലാരിറ്റി കൊടുക്കാൻ തയ്യാറാണ്. ആ നമ്പറിൽ ഇവരൊരു നമ്പർ മുക്കി കാണിക്കുന്നുണ്ടല്ലോ, സ്കൈപ്പ് നമ്പർ എന്ന് പറയുന്നത്. സ്കൈപ്പ് നമ്പർ അല്ല, അത് ന്യൂസിലൻഡ് നമ്പറാണ്. ന്യൂസിലൻഡ് നമ്പർ +61 തുടങ്ങുന്നത്. അത് അവർക്ക് ഇപ്പോഴും അതിന്റെ അത്രയ്ക്കും കൂടി വിവരമില്ല. അതും ഞാൻ ചെയ്യുന്ന ഈ പറയുന്ന ലാസ്റ്റ് വരുന്ന ആ പത്രസമ്മേളനത്തിൽ പറയുന്ന ആ ചാറ്റ് ഞാൻ ചെയ്യുന്ന അവർ വീണ്ടും ആവർത്തി കൃത്യമായ തെളിവ് ഇവിടുത്തെ ചാറ്റ് ചെയ്ത് അവർ എന്നെ വിളിച്ച സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഞാൻ കാണിച്ചിട്ട് പോലും അവർ വീണ്ടും ഈ കള്ളം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള വേദി നിങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നത്, എനിക്കും മകളുണ്ട്. ഞാൻ ചെയ്ത തെറ്റാണെങ്കിൽ എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് എന്തോ പറഞ്ഞത് ഇല്ലാത്ത കേസ് ഇതുപോലെ പബ്ലിക്കായിട്ട് ഒന്ന് വിളിച്ചു പറയുമ്പോൾ ശാരികയെ സൂക്ഷിക്കണം. ഓക്കെ, നമുക്ക് വീണ്ടും കാണാം. ചെയ്യും.